നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് സ്ത്രീകൾക്ക് എളുപ്പത്തിൽ പേടി കൂടാതെ അങ്ങനെ ഒരു വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയാണ്. ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാഹനം എടുക്കാൻ പഠിക്കണം ആദ്യമേ. നമ്മുടെ പേരെഴുതുമ്പോൾ നമുക്ക് അക്ഷരം പഠിക്കണം എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു വാഹനത്തിൽ കയറിയിരുന്ന ഒരു വാഹനത്തിൽ എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കുന്നതിന് കൃത്യമായ ഒരു കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്കൊരു വാഹനത്തിൽ കയറി എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കുന്നത് അത് കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ചിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ എടുത്ത സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടാണ് വാഹനം എടുക്കുന്നത്. നമ്മൾ വാഹനം എടുത്ത് കഴിഞ്ഞ് മുമ്പോട്ട് മൂവ് ആയി കഴിയുമ്പോൾ നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡാണ് നമുക്കൊരു വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് എപ്പോഴും കീപ്പ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, ഒരു വാഹനം ഡ്രൈവ് ചെയ്യുക. നിങ്ങൾ 5 ഗിയർ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു നമുക്ക് പെട്ടെന്ന് ഒരു ഡ്രൈവർ ആകുന്നില്ല. അപ്പം നമ്മൾ ഒന്നാമത്തെ ഗിയറിലും രണ്ടാമത്തെ ഗിയറിലും എന്താണോ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് കൈക്കും കാലും, കാരണം നമ്മുടെ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ആ കൈയും കാലിനും നമുക്ക് കൃത്യമായിട്ടൊരു വഴക്കം കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ 4ാമത്തെ 5ാമത്തെ ഗിയറൊക്കെ ഇടുകയാണ്. അല്ലാതെ നമ്മൾ കയറിയിരുന്ന 5ാമത്തെ ഗിയർ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഡ്രൈവർ ആകുന്നില്ല. അത് പ്രത്യേകിച്ച് നിങ്ങളൊരു തുടക്കക്കാരായ സമയത്ത് നമുക്കെല്ലാം റോഡിൽ കൂടാണ് വണ്ടി ഓടിക്കേണ്ടത്. നിങ്ങൾ തുടക്കക്കാരാകുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു മെയിൻ റോഡിൽ ഇറങ്ങി ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർ ആകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പേടികളൊന്നും മാറാത്തത്. അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തിരക്കില്ലാത്ത സ്ഥലത്ത് പോയി കൈക്കും കാലിനും നല്ലൊരു കൈവഴക്കം കാലുവഴക്കം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് റോഡിലും നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടി നിർത്തണമെങ്കിലും തിരിക്കണമെങ്കിലും സ്പീഡ് കൂട്ടണമെങ്കിലും എല്ലാം കൈയും കാലും കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വഴക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്ലെയിനായ സ്ഥലങ്ങളിൽ പോയി ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മളാണ് ചെയ്യുന്നത് വളരെ ബോധ്യവും നമുക്കൊരു വാഹനത്തെ നിർത്താൻ പറ്റുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ബ്രേക്കിലേക്ക് കാല് അല്ലെങ്കിൽ തിരിക്കേണ്ട സമയത്ത് സ്റ്റിയറിംഗിലേക്ക് കൈ പെട്ടെന്ന് വെച്ചെല്ലുമൊക്കെ ചെല്ലത്തുള്ളൂ. അല്ലാതെ നമ്മൾ റോഡിലൊക്കെ ഇറങ്ങി നമ്മൾ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു തുടക്കക്കാരാകുമ്പോൾ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് സ്ത്രീകൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലേക്ക് നോക്കും, ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന ആളിനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ വണ്ടിയിൽ അപ്പോൾ കൈയും കാലും എവിടെ ഇരിക്കുന്നോ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്തില്ല, അവർക്ക് അത് ബോധ്യം വരത്തില്ല. പെട്ടെന്ന് വെപ്രാളം തീർത്തിയും വെച്ച് എന്ത് ചെയ്യും, കൈയും കാലും എവിടെ ഇരിക്കുന്നതെന്ന് അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും. അപ്പോൾ ഇതൊരു ബോധ്യം വരണമെന്നുണ്ടെങ്കിൽ തിരക്കില്ലാത്ത സ്ഥലത്ത് പോയി കൃത്യമായിട്ട് ഓരോന്ന് ചെയ്താലേ, കാരണം ഗ്രൗണ്ടുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് തട്ടാനില്ല മുട്ടാനില്ല. അവിടെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്വല്പം മുമ്പിൽ സഡൻ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഡൻ പെട്ടെന്ന് ഒരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് സ്വല്പം മുമ്പിലോട്ട് പോയി അവിടെ നിന്ന് പറഞ്ഞാലും ഒന്നും തട്ടാനോ സംഭവിക്കാനോ ഒന്നുമില്ല. അതേസമയത്ത് നമുക്ക് ബ്രേക്കിന്റെ ആവശ്യം വരുന്ന സമയത്താണ് നമ്മൾ റോഡിൽ ഇറങ്ങി ചവിട്ടേണ്ടത്. അപ്പം നമുക്ക് ആ സമയത്ത് അവിടെ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ സംഭവിക്കാം, പല ആക്സിഡന്റ് ഉണ്ടാകാം. അപ്പം നമുക്കൊരു കൈക്കും കാലിനും ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്തില്ല, കൈയും കാലും പ്രവർത്തിക്കത്തില്ല. അപ്പോൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടുകളിൽ പോയി നല്ല രീതിയിലൊരു വഴക്കം ഉണ്ടെങ്കിൽ മാത്രം. കാരണം നമ്മളിപ്പം മുമ്പിലൊന്ന് നിർത്തി, നമ്മൾ ഇവിടെ നിന്ന് നിർത്താൻ നോക്കിയതാണ്, പക്ഷെ മുമ്പിൽ പോയി നിന്നത്. പിന്നത്തെ പ്രാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും, സ്വല്പം കൂടി ഇപ്പുറത്ത് നിൽക്കും. പിന്നത്തെ പ്രാവശ്യം റൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പുറത്ത് നിൽക്കും. അപ്പം പിന്നത്തെ പ്രാവശ്യം വരുമ്പോഴോ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് തന്നെ നിർത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഗ്രൗണ്ടുകളിൽ പോയി ചെയ്ത് വന്ന് വഴക്കം കിട്ടിയാലേ എന്ത് ചെയ്യത്തുള്ളൂ, പെട്ടെന്ന് സഡൻ ബ്രേക്ക് എന്ന് പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് കാല് ക്ലച്ചിലും ബ്രേക്കിലും ഒക്കെ ചെല്ലത്തുള്ളൂ. അല്ലാതെ നമ്മൾ റോഡിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, ആളിനെ നോക്കും, വെപ്രാളത്തിൽ നമ്മൾ വണ്ടിയിൽ നോക്കി കാലാണോ കൈ കൊണ്ടാണോ ചെയ്യേണ്ടതെന്ന് അറിയാതെ എന്ത് ചെയ്യും, പെട്ടെന്ന് ഓരോന്നൊക്കെ ചെയ്ത് കളയും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ പേടികളും വെപ്രാളങ്ങളും മാറാത്തത്. ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല കോൺഫിഡന്റ് കിട്ടുന്നുണ്ട്. എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ ഒരു പേടി. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മളെ പലരും പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, നീ ലൈസൻസ് എടുത്തതിന് ശേഷം 1-2 കൊല്ലം പ്രാക്ടീസിന് പോയതല്ലേ, അപ്പൊ പ്രായം കൊണ്ടായിരിക്കും പറ്റാത്തെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. നമ്മുടെ ചുറ്റുപാട് നോക്കി തന്നെ 85 വയസ്സുള്ള അപ്പച്ചമാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഓടിച്ചുകൂടാ? അപ്പൊ നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും, എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട. പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, വയനാട് വരുമോ, കോട്ടയം വരുമോ, കോഴിക്കോട് വരുമോ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ കേരളത്തിലാണോ, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്. നമുക്കെല്ലാം റോഡിലാണ് വണ്ടി ഓടിക്കേണ്ടതെങ്കിലും നമ്മൾ അല്ലാത്ത സ്ഥലങ്ങളിൽ പോയി പഠിച്ചാൽ മാത്രമേ റോഡിൽ ഇറങ്ങുമ്പോഴേ നമുക്ക് അത് ചെയ്യാൻ സാധ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ചേർത്ത് തന്നെ പോകാം. അപ്പം ഫസ്റ്റിലും സെക്കൻഡിലെ പോകാൻ പറ്റുള്ളൂ, അത് മാത്രം മതി. അല്ല 5ാമത്തെ ഗിയർ ഇട്ടു എന്ന് എന്തില്ല, ഡ്രൈവർ ആകുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമുക്ക് വാഹനം ഓടിക്കാൻ വേണ്ടി ലൈസൻസ് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്ത് തന്നെ കറക്റ്റായിട്ട് കൊണ്ടുപോകാം. ഇപ്പം നമ്മളിപ്പം മുന്നോട്ട് ഓടിക്കുന്ന സമയത്ത് പല റോഡുകൾ കാണാം. അതായത് ലെഫ്റ്റോട്ടും റൈറ്റോട്ടും സ്ട്രെയിറ്റും എല്ലാം കാണാം. നമുക്കിപ്പം റൈറ്റോട്ടാകാം, ലെഫ്റ്റോട്ടാകാം, സ്ട്രെയിറ്റ് ആകാം പോകേണ്ടത്.
അപ്പൊ ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് എവിടെയാണെന്ന് നോക്കി എന്ത് ചെയ്യുക, ആ സൈഡിലേക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ആ ഒരു ഭാഗത്തേക്ക് തന്നെ കറക്റ്റ് ആണോ പോകുന്നത് മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ മതി, ക്ലിയർ ആയിട്ട് നമ്മൾ ഓടിച്ചാൽ മാത്രം മതി. അല്ലാതെ നമ്മുടെ 100 റോഡ് ഉണ്ടെങ്കിൽ ആ 100 റോഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പല റോഡുകളിൽ നിന്നും പല വാഹനം വരുമ്പോൾ നമുക്ക് പോകാനുള്ള സ്പേസും കാര്യങ്ങളും മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് പേടി ഉണ്ടാകാനുള്ള കാരണം അതാണ്. അപ്പൊ നമുക്ക് പോകേണ്ടത് സ്പേസുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വണ്ടി ഓടിക്കുക. അതേപോലെ തന്നെ നമ്മൾ ആക്സിലേറ്ററെ കാല് കൊടുക്കേണ്ട സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ അത്രയും ആക്സിലേറ്റർ നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെ ഫുള്ള് നിങ്ങൾ താത്ത് വയ്ക്കരുത്. ഒരു 2 or 3 ഞാൻ പല വീഡിയോയിലായി പറയുന്നത് പോലെ ഒരു 3 or 4 or 5 പേപ്പറിന്റെ കനത്തിൽ കൂടുതൽ ആക്സിലേറ്റർ എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഗിയറുകൾ ഇട്ടിട്ട് നമ്മൾ ക്ലച്ചിൽ കാലെടുക്കേണ്ടതിനെ പറ്റി ഞാൻ ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഓരോന്നിനും ഗിയർ എങ്ങനെ ഇടണം, ക്ലച്ചിൽ നിന്ന് എങ്ങനെ കാലെടുക്കണം, ബ്രേക്ക് എങ്ങനെ ചവിട്ടണം, ബ്രേക്കിൽ നിന്ന് എങ്ങനെ കാലെടുക്കണം, ആക്സിലേറ്റർ എത്രയും കൊടുക്കണം, സ്റ്റിയറിംഗ് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ കൈ പിടിക്കേണ്ടത്, സ്റ്റിയറിംഗിന്റെ ബാലൻസ് പെട്ടെന്ന് എങ്ങനെ കിട്ടുക, ഓരോന്നായിട്ട് എന്ത് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ സൈഡിൽ തന്നെ ചേർത്തിടുക. അപ്പൊ ഫസ്റ്റിൽ സെക്കൻഡ് നമുക്ക് കൈവഴക്കം കാലുവഴക്കം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് 3ാമത്തെ 4ാമത്തെ ഗിയറുകളൊക്കെ ഇടും. അതേപോലെ തന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി എന്ത് ചെയ്തിരുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് ആ പോകേണ്ട ഗ്യാപ്പുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, വാഹനം ഓടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തിരക്കിലോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു വണ്ടിയെ കയറി എടുക്കാൻ പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണം. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ഇപ്പൊ എവിടെ കൊണ്ടെങ്കിലും പോകണം, നമ്മൾ ആദ്യമേ ആലോചിക്കണം നമ്മൾ വണ്ടിയെ കയറി എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു വണ്ടി നിർത്തണമെങ്കിൽ പെട്ടെന്ന് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും അതുപോലെ ഇത് കൃത്യമായിട്ട് ചെല്ലാം. അപ്പം നമുക്കൊരു ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടക്കണ്ണിനും എന്ത് ചെയ്യാം, ആക്സിലേറ്റർ കാല് വെക്കാം. പക്ഷെ ഒരു വണ്ടിയുടെ ബ്രേക്കിൽ നിന്ന് മാറാനും ക്ലച്ചിൽ നിന്ന് എടുക്കാനും ക്ലച്ച് ചവിട്ടാനും ബ്രേക്ക് ചവിട്ടാനുമാണ് നമുക്ക് പഠിക്കേണ്ടത്. അതാണ് നമുക്ക് പ്രയാസം. നമുക്ക് ഏറ്റവും താഴെ കിടക്കുന്ന ഒരു കേസ്, ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഒരു കേസ് ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു തുടക്കക്കാരനോട് ജയിപ്പിക്കുന്നത് എന്താണ്, ഒരു വണ്ടി എടുക്കാനും നിർത്താനുമാണ്. നമുക്കെല്ലാം പ്രയാസം എന്തുവാ, ഒരു ട്രാഫിക് ബ്ലോക്കിലാണ്. അപ്പൊ ഒരു ട്രാഫിക് ബ്ലോക്കിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ഓടിക്കുവാണോ, അല്ല നമ്മൾ എടുക്കുകയും നിർത്തുകയാണ്. കാരണം ഇപ്പോൾ എടുക്കാൻ ചെയ്യുന്ന ഏതല്ല ക്ലച്ചിലും ബ്രേക്കിലും ആണ്. അപ്പൊ നമുക്ക് അതിന് നല്ലൊരു വഴക്കം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് പേടി കൂടാത്ത ഒരു റോഡിൽ കൂടെ ഏത് റോഡിൽ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിൾ ആയിട്ട് ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാലും ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്താ യൂസ്ഫുൾ ആയെന്നുള്ളത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.